ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അഗ്രികൾച്ചർ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു അവസരമുണ്ട്, അതിനെപ്പറ്റി പറയാനാണ്. അതിനു മുമ്പ് തന്നെ ഈ ഒരു അവസരം ലഭിക്കുന്നത് ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോപ്പറേറ്റീവ് ലിമിറ്റഡ്, അതായത് IFFCO എന്ന് പറയുന്ന ഒരു സഹകരണ സ്ഥാപനത്തിലേക്കാണ്. ഈ ഒരു ജോലിയുടെ രീതി എന്ന് പറഞ്ഞാൽ നിങ്ങളെ ട്രെയിനി ആയിട്ടാണ് എടുക്കുന്നത്. അതും 2022 ശേഷം പാസ്സായിട്ടുള്ള അഗ്രികൾച്ചർ ബിരുദധാരികൾ മാത്രം അപേക്ഷിക്കുന്ന പോസ്റ്റാണ്. അതിനു മുമ്പ് പാസ്സായവർ അപേക്ഷിച്ചാൽ അവരെ കൺസിഡർ ചെയ്യുകയില്ല. ഇനിയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ നിയമിതരാകുന്നത് ഒരു റൂറൽ ഏരിയയിലായിരിക്കും. അതായത് രാജ്യത്തിൻ്റെ ഏതെങ്കിലും അല്ലെങ്കിൽ രാജ്യത്തിന് വെളിയിലുള്ള ഏതെങ്കിലും ഒരു റൂറൽ ഏരിയയിലായിരിക്കും. ഈ റൂറൽ ഏരിയയിൽ ജോലി ചെയ്യുവാൻ പൂർണ്ണ സമ്മതമുള്ളവർ മാത്രം ഇതിന് അപേക്ഷിച്ചാൽ മതി എന്ന് ഈ നോട്ടിഫിക്കേഷനിൽ എടുത്ത് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഒരു സാധാരണ അഗ്രികൾച്ചർ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്നത് പോലത്തെ ഒരു ജോലി ആയിരിക്കില്ല, മറിച്ച് ഫെർട്ടിലൈസേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ജോലി ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് കണ്ടെത്തുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നിങ്ങൾ തീർത്തും ഇന്ത്യയുടെയും ഒപ്പം തന്നെ ഈ ഒരു പ്രോഡക്റ്റ് വിൽക്കപ്പെടുന്ന ഇന്ത്യക്ക് വെളിയിലുള്ള എബ്രോഡിൻ്റെയും റൂറൽ മേഖലയിൽ ജോലി ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ളവർ മാത്രം അപേക്ഷിക്കേണ്ടുന്ന ഒരു പോസ്റ്റ് ആണെന്ന് എടുത്ത് പറയുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷനിലേക്കും ക്വാളിഫിക്കേഷനിലേക്കും പോകാം. ഇത് അഗ്രികൾച്ചർ ഗ്രാജുവേറ്റ് ട്രെയിനി എന്നുള്ളതാണ് ഈ ഒരു തസ്തികയുടെ പേര്. നിങ്ങളെ പോയിന്റ് ചെയ്യുന്നത് ഒരു ട്രെയിനി ആയിട്ടായിരിക്കും. ഒരു വർഷത്തേക്കായിരിക്കും ഈ ട്രെയിനിങ് കാലഘട്ടം. ഈ ഒരു വർഷത്തിന് ഉള്ളിൽ നിങ്ങൾ ഫിറ്റാണ് എന്ന് തോന്നിയാൽ മാത്രമേ അടുത്ത കൊല്ലം നിങ്ങളെ അബ്സർവ് ചെയ്യുകയുള്ളൂ. നിങ്ങൾക്ക് ഫിറ്റ് അല്ല, നിങ്ങൾ ഈ ജോലിക്ക് ആപ്റ്റ് അല്ല എന്ന് ഈ സ്ഥാപനത്തിൽ തോന്നിയാൽ നിങ്ങളെ തീർച്ചയായിട്ടും സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കുന്നതുമായിരിക്കും എന്നുള്ളത് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിന് മുമ്പ് തന്നെ അവർ പറഞ്ഞിട്ടുള്ളൊരു കണ്ടീഷനാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്വാളിഫിക്കേഷനിലേക്ക് പോകാം. ഇതിൽ പ്രധാനമായിട്ടും BSc അഗ്രികൾച്ചർ നിങ്ങൾ ഫുൾ ടൈം റെഗുലർ രീതിയിൽ നേടിയിരിക്കണം. മാത്രവുമല്ല OBC കാൻഡിഡേറ്റിനും ജനറൽ കാൻഡിഡേറ്റിനും 60% കുറയാത്ത മാർക്ക് ഉണ്ടായിരിക്കണം. SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ ഇത് 55% നിങ്ങൾ നേടിയിരിക്കണം. ഈ ഇത്രയും പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ഇല്ലാത്ത ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുവാനുള്ള യോഗ്യത ഉണ്ടായിരിക്കുന്നതല്ല. അടുത്തത് എന്ന് പറയുന്നത് നിങ്ങൾ 22 അതിനുശേഷമോ നേടിയിരിക്കുന്ന ബിരുദമായിരിക്കണം. അതായത് 22 അതിനുശേഷമോ നിങ്ങൾ നേടിയിരിക്കുന്ന ബിരുദധാരികൾ മാത്രം ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിച്ചാൽ മതി. എന്നതിൻ്റെ അർത്ഥം പ്രായമല്ല ഇവിടുത്തെ ക്രൈറ്റീരിയ. നിങ്ങൾ ഇപ്പോൾ പാസ് ഔട്ടായ ഈ റീസെൻറ്റ് ടൈമിൽ പാസ് ഔട്ടായ ഉദ്യോഗാർത്ഥികൾ മാത്രം ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിച്ചാൽ മതി എന്നാണ് ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ. ഇനിയും ഈ ഒരു ക്രൈറ്റീരിയകൾ മുഴുവൻ ഇവർ ഈ പറഞ്ഞിരിക്കുന്ന പെർസെൻറ്റേജ് ഓഫ് മാർക്കും പാസ്സായിരിക്കുന്നതും ഇന്ത്യയിലെ ഒരു UGC റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ ആയിരിക്കണം എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഒരു യോഗ്യതയാണ്. അടുത്തതായിട്ട് ഇതിൻ്റെ പ്രായപരിധിയാണ്. പ്രായപരിധി എന്ന് പറഞ്ഞാൽ ജനറൽ കമ്മ്യൂണിറ്റിക്ക് 30 വയസ്സാണ് ഇവിടുത്തെ പ്രായപരിധി പറയുന്നത്. പോരാതെ 5 വർഷം വരെ SC/STക്കും 3 വർഷം വരെ OBCക്കും പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതാണ്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, 2022 ശേഷം മാത്രം നിങ്ങൾ യോഗ്യത നേടിയവർക്ക് മാത്രമേ ഇതിൽ അപേക്ഷിക്കാൻ പറ്റൂ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയ. ഇനിയും നിങ്ങൾ ജോലി ചെയ്യേണ്ടുന്ന ലൊക്കേഷൻ എവിടെയാണ് എന്ന് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്, ഇന്ത്യക്ക് അകത്തോ ഇന്ത്യക്ക് പുറത്തോ ആകാം. ഈ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും നിങ്ങൾ ജോലി ചെയ്യേണ്ടി വരും. ഇനിയും ലാംഗ്വേജിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏത് റീജിയണിലേക്കാണോ അപേക്ഷിക്കുന്നത് ആ റീജിയണിലെ പ്രാദേശിക ഭാഷ നിങ്ങൾക്ക് സംസാരിക്കാനും എഴുതാനും അറിഞ്ഞിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എഴുതാനും വായിക്കാനും ഒപ്പം തന്നെ സംസാരിക്കാനും അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനിയും ഈ ഒരു പോസ്റ്റിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് ട്രെയിനി ആയിട്ടായതുകൊണ്ട് തന്നെ 1 ഇയർ നിങ്ങളുടെ ട്രെയിനിങ് പീരീഡ് ആണ്. ഇനിയും നിങ്ങൾക്ക് ശമ്പളം എന്ത് ലഭിക്കും എന്നുള്ളതാണ്. ഇവിടെ കോമ്പൻസേഷൻ എന്ന ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. നിങ്ങൾക്ക് ഒരു വർഷം സാലറി ഉണ്ടാവില്ല, അത് സ്റ്റൈഫൻഡ് ആയിരിക്കും. അത് പ്രകാരം സ്റ്റൈഫൻഡ് 33,300 രൂപയാണ് ഒരു മാസം നിങ്ങൾക്ക് ലഭിക്കുന്ന സ്റ്റൈഫൻഡ്. എന്നാൽ ഒരു വർഷത്തെ ട്രെയിനിങ് നിങ്ങൾ വിജയിച്ചാൽ നിങ്ങളെ കമ്പനി അബ്സർവ് ചെയ്യും. ആ സമയത്ത് നിങ്ങളുടെ പേ സ്കെയിൽ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് 37,000 രൂപയായിരിക്കും. ഇത് 37,000 മുതൽ 70,000 രൂപ വരെയുള്ള സാലറി സ്ലാബിലേക്കായിരിക്കും നിങ്ങൾ വരുന്നത്. ഒപ്പം തന്നെ ഒരു എംപ്ലോയിയുടെ എല്ലാ ബെനിഫിറ്റും ആ ഒരു സമയം മുതൽ ലഭിക്കുന്നതുമായിരിക്കും എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അടുത്തതായിട്ട് ഒരു ബോണ്ട് ഇവിടെ നിങ്ങൾക്ക് ബാധകമാണ്. നിങ്ങൾ ജോലിയിലേക്ക് കയറി കഴിഞ്ഞാൽ, നിങ്ങൾ ജോലിയുടെ ഭാഗമായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ബോണ്ട്
വെച്ചേ പറ്റൂ. അതിൽ ആദ്യത്തേത് ജനറൽ കമ്മ്യൂണിറ്റിക്കും OBCക്കും 80,000 രൂപയുടെ ബോണ്ടാണ് പറയുന്നത്. ഇനിയും അത് കൂടാതെ SC/STക്ക് 20,000 രൂപയുടെ ബോണ്ടും പറയുന്നുണ്ട്. ഇനിയും അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് സെലക്ഷൻ പ്രൊസീജിയറാണ്. എങ്ങനെയാണ് സെലക്ഷൻ എന്നുള്ളതാണ്. ഇത് 2 സെലക്ഷൻ പ്രൊസീജിയറാണ് ഇതിൽ പറയുന്നത്. CBT ബേസ്ഡ് എക്സാം ആണ്. അതിൽ ആദ്യത്തേതെന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോം CBT എക്സാം ആണ്. അതായത് ഇന്റർനെറ്റ് ആക്സസ് ഉള്ള എവിടെയെങ്കിലും ഇരുന്ന് നമ്മുടെ സ്വന്തം ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ മറ്റേതെങ്കിലും ഒരു ഡിജിറ്റൽ ഡിവൈസോ ഉപയോഗിച്ച് അവർ നടത്തുന്ന ഓൺലൈൻ എക്സാമിനേഷൻ നടത്തുക. അത് CBT പ്രിലിമിനറി എന്നാണ് അവരതിനെ വിളിക്കുന്നത്. ആ ഒരു എക്സാമിനേഷനിൽ ക്വാളിഫൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി പിന്നീട് അവർ രണ്ടാമത് എക്സാം നടത്തുന്നതായിരിക്കും. ഈ ഒരു എക്സാമിനേഷന് ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ സെന്റർ ഉണ്ട്. കേരളത്തിൽ അതിന് കൊച്ചിയിൽ സെന്റർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മതിയായ കാൻഡിഡേറ്റ്സ് ഇല്ലാത്ത പക്ഷം അല്ലെങ്കിൽ അവർക്ക് തോന്നുന്ന പക്ഷം അവർ ഏത് സെന്ററും എപ്പോൾ വേണമെങ്കിലും ക്യാൻസൽ ചെയ്യുകയും അവർ തരുന്ന സെന്ററിൽ നമ്മൾ പോയി എഴുതാൻ ബാധ്യസ്ഥരാണ് എന്നുകൂടി നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് എവിടേക്കാണ് സെന്റർ എന്നുള്ളത്. പോരാത്തതിന് നിങ്ങൾക്ക് സെന്റർ പ്രിഫറൻസ് വെക്കാം 2 സെന്ററുകൾ. ആദ്യത്തേത് കൊച്ചിയും രണ്ടാമത്തേത് നമുക്ക് ബാംഗ്ലൂരോ ചെന്നൈയോ അങ്ങനെ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ ഏതെങ്കിലും ഒരു സെന്റർ ക്യാൻസൽ ആയാലും നിങ്ങൾക്ക് മറ്റൊരു സെന്റർ അവർ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി, അതായത് CBT 2 എക്സാം എഴുതാൻ വേണ്ടി അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇനി CBT 2 എക്സാമിനേഷന് ശേഷം നിങ്ങൾക്ക് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. ആ മെഡിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് IFFCO ആയിരിക്കും. അതുകൂടി കഴിഞ്ഞ ശേഷം മാത്രമേ നിങ്ങളെ ട്രെയിനി ആയിട്ട് എടുക്കുകയുള്ളൂ. അതായത് ഈ ഒരു കാറ്റഗറിയിലേക്ക് നിങ്ങൾ എടുക്കുന്നത് ഒരു ട്രെയിനി എന്ന പോസ്റ്റിലാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സാലറി ഇല്ലാതെ സ്റ്റൈഫൻഡ് മാത്രം തരുന്നത്. ഇനിയും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുവാൻ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കുവാനായിട്ട് ഈ ഒരു സൈറ്റാണ് ഉപയോഗിക്കേണ്ടത്. AGT.IFFCO.in എന്ന് പറയുന്ന ഈ ഒരു സൈറ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ്. ഇതിന് അപേക്ഷിക്കുവാനുള്ള അവസാന ഡേറ്റ് എന്ന് പറഞ്ഞാൽ 15/3/2025 ആണ്. അപ്പോൾ ഓർത്തിരിക്കുക, അഗ്രികൾച്ചർ ബിരുദധാരികളെ സംബന്ധിച്ചിടത്തോളം റൂറൽ മേഖലയിൽ ജോലി ചെയ്യുവാൻ താല്പര്യമുള്ളവർക്ക്, ഒരു സഹകരണ സംഘത്തിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും അപേക്ഷിക്കാൻ പറ്റുന്നൊരു മേഖലയാണ്. നിങ്ങളുടെ ജോലിയുടെ സെൻറ്റർ അല്ലെങ്കിൽ സ്ഥലം എവിടെയാണ് എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ആ ഒരു സ്ഥലത്തെ ഒരു പ്രാദേശിക ഭാഷ നിങ്ങൾ എഴുതാനും വായിക്കാനും അറിയുകയും ഒപ്പം റൂറൽ മേഖലയിൽ ജോലി ചെയ്യാൻ വില്ലിങ്ങുമാണെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷിക്കാവുന്ന തസ്തികയാണ്. അപ്പോൾ എല്ലാ അഗ്രികൾച്ചർ ഉദ്യോഗാർത്ഥികളും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുമെന്ന് കരുതുന്നു. ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഇനി പറയുവാനുള്ളത് അഗ്രികൾച്ചർ ഓഫീസറിന്റെ കാര്യമാണ്. അഗ്രികൾച്ചർ എക്സാം നമുക്കറിയാം ഓൾറെഡി PSC ഷെഡ്യൂൾഡ് ചെയ്തിട്ടുണ്ട്. ജൂലൈ സെപ്റ്റംബർ മാസത്തിലാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, അഗ്രികൾച്ചർ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ് ഇതെന്നുള്ളത്. നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിച്ച് എക്സാം ക്രാക്ക് ചെയ്യുക. ഏണസ്റ്റ് അക്കാഡമിയിൽ ഈ കോഴ്സ് അവൈലബിൾ ആണ്. ധാരാളം അഗ്രികൾച്ചർ എക്സാമിനേഷനുകളിൽ ഉന്നത റാങ്ക് ജേതാക്കളെ സൃഷ്ടിക്കാൻ ഏണസ്റ്റ് അക്കാഡമിക്കായി എന്നുള്ളത് വളരെ അഭിമാനകരമായ ഒരു നേട്ടമാണ്. വരുന്ന എക്സാമിനേഷനിൽ നിങ്ങൾക്കും ഒരു നല്ല റാങ്കോട് കൂടി കേരള സർക്കാരിൽ തന്നെ ഒരു ഗസ്റ്റഡ് ഉദ്യോഗസ്ഥരാവാനുള്ള അവസരമാണ് ഏണസ്റ്റ് അക്കാഡമി ഒരുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എത്രയും പെട്ടെന്ന് ഒരു ഏണസ്റ്റ് അക്കാഡമിയുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠനം മുമ്പോട്ട് കൊണ്ടുപോകുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രികൾച്ചർ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഏണസ്റ്റ് അക്കാഡമി ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തികച്ചും സൗജന്യമായ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി ലിങ്ക് താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കയറി അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിലൂടെ നമ്മൾ ധാരാളം മെറ്റീരിയലുകൾ സൗജന്യമായി നൽകുന്നുണ്ട്. അതിൽ തന്നെ ഡെയിലി കോമ്പറ്റീഷൻ എക്സാമിനേഷന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. ഒപ്പം തന്നെ ധാരാളം PDF നോട്ട്സ് ഉണ്ടാവും. മാത്രമല്ല അതിനകത്ത് തന്നെ ഓപ്പൺ പ്ലാറ്റ്ഫോം ഡിസ്കഷൻസ് ഉണ്ടാവും. അങ്ങനെയുള്ള ധാരാളം ഫീച്ചേഴ്സ് നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പ് വഴി നൽകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ താഴെയുള്ള ലിങ്ക് വഴി ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ലേണിംഗിന്റെ ആപ്പ് അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ, അതിൽ കയറുകയാണെങ്കിൽ അതിൽ ധാരാളം ഫ്രീ മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എക്സാമിനേഷനെ നിങ്ങളെ വളരെയധികം സഹായിക്കുന്ന കണ്ടന്റുകളാണത്. അതുകൊണ്ട് തന്നെ അതിൽ കയറി മെറ്റീരിയലുകൾ, സൗജന്യമായി നൽകിയിരിക്കുന്ന മെറ്റീരിയൽ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഒപ്പം തന്നെ അതിനകത്ത് ടെസ്റ്റ് സീരീസുകൾ, ചില ക്വസ്റ്റ്യനുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകളും കാണാൻ കഴിയും. കുറേയധികം ക്ലാസ്സുകളും നമുക്ക് സൗജന്യമായിട്ട് തന്നെ കാണാൻ കഴിയും. ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പഠനം വളരെ പെട്ടെന്ന് തന്നെ മുമ്പോട്ട് കൊണ്ടുപോവുക. സമയം വളരെ പെട്ടെന്ന് കടന്നു പോകും. ആപ്പിൻ്റെ ലിങ്കും താഴെ നൽകിയിട്ടുണ്ടായിരിക്കും. ഇനി ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടോ കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. നല്ലൊരു കരിയർ നിങ്ങളെ തേടി എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.